നമസ്കാരം. അയർലൻഡിൽ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. കോവിഡ്-19 ഇന്ന് പുതിയ 1167 കേസുകൾ. പബ്ബുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ക്രിസ്മസ് നിയന്ത്രണങ്ങൾ. മോർട്ട്ഗേജ് കുടിശ്ശികയ്ക്ക് ബാങ്കുകളിൽ നിന്ന് പിന്തുണയില്ല, വാഗ്ദാനം മാത്രം. വർക്ക് ഫ്രം ഹോം എക്സ്പെൻസീവ് ആണെന്ന് 89% ജീവനക്കാർ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ഇന്ന് അർദ്ധരാത്രി മുതൽ ലെവൽ 5 നിയന്ത്രണങ്ങൾ ആരംഭിക്കുവാനിരിക്കെ ആരോഗ്യവകുപ്പ് ഇന്ന് 1167 കോവിഡ്-19 കേസുകൾ അയർലൻഡിൽ സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം കേസുകളുടെ എണ്ണം 53,422 വൈറസ് ബാധിച്ച 3 പേർ കൂടി ഇന്ന് മരണമടഞ്ഞു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 1868 തുടരുന്നു. ഇന്നറിയിച്ച കേസുകളിൽ 538 പുരുഷന്മാരും 627 സ്ത്രീകളുമാണുള്ളത്. ഇവരിൽ 64% പേർ 45 വയസ്സിന് താഴെയുള്ളവരാണ്. ഇന്നത്തെ കേസുകളിൽ ഏറ്റവും കൂടുതൽ ഡബ്ലിനിലാണ് 263, 142 മീത്തിലും 137 കോർക്കിലും 86 കവാനിലും. ശേഷിക്കുന്ന 539 കേസുകൾ മറ്റ് കൗണ്ടികളിലായി വ്യാപിച്ചു കിടക്കുന്നു. ക്രിസ്മസിനായി പബ്ബുകളും റെസ്റ്റോറന്റുകളും വീണ്ടും തുറക്കാൻ കഴിയാത്തതിന്റെ സാധ്യത പബ്ബുകളും റെസ്റ്റോറന്റുകളും അഭിമുഖീകരിക്കേണ്ടി വരും. ഇൻകമിംഗ് ലെവൽ 5 നിയന്ത്രണങ്ങളുടെ ലക്ഷ്യം ഡിസംബർ 1 രാജ്യത്തെ ലെവൽ 3 എത്തിക്കുക എന്നതാണ്. എന്നിരുന്നാലും ലെവൽ 3 പ്രകാരം റെസ്റ്റോറന്റുകൾ, കഫേകൾ, പബ്ബുകൾ എന്നിവ ടേക്ക് അവേക്കും ഡെലിവറി ഔട്ട്ഡോർ ഡൈനിങ് സേവനത്തിനുമായി തുറക്കാം. പരമാവധി 15 പേർക്ക് മാത്രമേ അതിൽ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കൂ. പബ്ബുകൾക്കും റെസ്റ്റോറന്റുകളും ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ്. പക്ഷേ ഈ 2020 ക്രിസ്മസ് അവരെ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ്-19 പാൻഡമിക്കിന്റെ അവസാനം വരെ ഉപഭോക്താക്കളെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് ബാങ്കിംഗ് വ്യവസായം പറഞ്ഞെങ്കിലും കൂടുതൽ മോർട്ട്ഗേജ് തിരിച്ചടവ് ഇടവേളകൾ നൽകുന്നത് ബാങ്ക് അവസാനിപ്പിച്ചു. ലെവൽ 5 മാറുന്നത് നിരവധി ആളുകൾക്ക് നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെ അംഗങ്ങൾ അംഗീകരിക്കുന്നതായി ബാങ്കിംഗ് ആൻഡ് പേയ്മെന്റ് ഫെഡറേഷൻ അയർലൻഡ് അറിയിച്ചു. അടുത്ത 6 ആഴ്ചയിലും അതിനുശേഷവും ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അതിൽ പറയുന്നു. എങ്കിലും നിലവിൽ വന്നിട്ടില്ല. കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെ സഹായിക്കാനായി ഈ വർഷം ആദ്യം മുതൽ വായ്പാ തിരിച്ചടവ് ബ്രേക്ക് സ്കീം പുനഃസ്ഥാപിക്കുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഓപ്ഷൻ പട്ടികയിലില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ്-19 ഫലമായി ജോലി നഷ്ടപ്പെടുകയോ വരുമാനം നഷ്ടപ്പെടുകയോ ചെയ്തവർക്ക് വ്യവസായ വ്യാപാരം, അതായത് ഇൻഡസ്ട്രിയൽ ട്രേഡ്, ഇതായിരുന്നു ബാങ്കുകളുടെ ഉറപ്പ്. പക്ഷെ നിർഭാഗ്യവശാൽ അത് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒരു പുതിയ സർവേ പ്രകാരം വർക്ക് ഫ്രം ഹോം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിലും അധികം എക്സ്പെൻസീവ് ആണെന്ന് 86% ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. 89% തൊഴിലാളികളും വർക്ക് ഫ്രം ഹോം തുടരുന്നതിലൂടെ തങ്ങളുടെ വീട്ടുചെലവ് വർദ്ധിക്കുമെന്നും സേവിങ്സ് കുറയുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. അവർ നിലവിൽ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നതെന്നും 2021 എവിടെ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ 45% തൊഴിലാളികൾ പറഞ്ഞത് 2021 അവർക്ക് ഓഫീസിൽ പോയി ജോലി ചെയ്യുവാനാണ് ആഗ്രഹമെന്നും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് വളരെയധികം ചിലവേറിയതാണെന്നും അഭിപ്രായപ്പെട്ടു. സർവേയിൽ പങ്കെടുത്ത 52% പേരും തങ്ങളുടെ വീട്ടു ചെലവുകളായ ഗ്യാസ്, വൈദ്യുതി എന്നിവ വർക്ക് ഫ്രം ഹോം കാരണം അല്പം വർദ്ധിച്ചുവെന്നും 37% പേർ വളരെയധികം വർദ്ധിച്ചതായും അഭിപ്രായപ്പെട്ടു. അയർലൻഡിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ പുതിയ വാർത്താ വിശേഷങ്ങൾക്കായി www.irishvanitha.com സന്ദർശിക്കുക. നന്ദി.